വിദ്യേട്ടാ, വിദ്യേട്ടാ, വിദ്യേട്ടാ. ഞാനിവിടെ തട്ടുംപുറത്താണേ. എന്താ വീണ കൊച്ചെ, വെടിയുണ്ട വെരികിനെ പോലൊരു പരവേശം. വിദ്യേട്ടനെ എവിടെയാ ദാസപ്പെട്ട? ഓ, അപ്പൊ അതാണ് കാര്യം. വിരഹവേദനയാണ് വിഷയം. അടുക്കും തോറും അകലുന്ന സമസ്യയാണ് പ്രേമമെന്ന് ബിരുദനായ ഏതോ ഒരു മഹാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ദാസപ്പെട്ട ഡോക്ടർ എവിടെ? എനിക്കിപ്പോ കാണണം. ഇങ്ങനെ ഓടിക്കേറി വന്ന് ഡോക്ടർ എവിടെയെന്ന് ചോദിക്കുമ്പോ എടുത്തു തരാൻ ഡോക്ടറിന്റെ മടിയിലാണോ ഇരിക്കുന്നത്? ഏതാണ്ട് മെഡിക്കൽ ക്യാമ്പോ സെമിനാറോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചു ദിവസമായിട്ട് അതിന്റെ പുറകിലാ. ഇവിടെ വരാറില്ലേ? സത്യം പറഞ്ഞ ഞാൻ തന്നെ കണ്ടിട്ട് ഒരാഴ്ചയായി. പിന്നെ ഇന്നലെ ഫോൺ ചെയ്തിരുന്നു. എന്ത് പറഞ്ഞു? എന്നെ പറ്റി വല്ലതും ചോദിച്ചോ? ഇവിടെ ടൂറ് പോണം, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് തേച്ച് വെക്കാൻ പറഞ്ഞു. ടൂറോ? ആ, ടൂറെന്നൊക്കെ പറയും. ആ മായ കൊച്ചുമായിട്ട് കറങ്ങലല്ലേ മൂപ്പരുടെ പണി. വീണ കൊച്ചിനുള്ള സ്നേഹം കൊണ്ട് പറയുക. മോള് സ്ട്രെയിറ്റ് ഫോർവേഡാ. പക്ഷെ അവൾ അങ്ങനെയല്ല. ആ മായ, അവള് സാറിനെ കൊണ്ട് യു ടേൺ എടുപ്പിക്കും. അവസാനം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കയാളായിട്ട് നിന്നുമ്പം കൊണ്ടുപോയ പോലെ ആവരുത്. ദേ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. പെണ്ണിന്റെ പോക്ക് കണ്ടിട്ട് സിഗ്നൽ തെറ്റിക്കൂന്നാണ് തോന്നുന്നത്. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വീണൊന്നും പറഞ്ഞില്ല. വിദ്യേട്ടന്റെ കാര്യം പറയാനാ ഞാൻ വിളിച്ചേ. എന്താ നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ? ഇങ്ങനെ പോയാ അതും നടക്കും. ആക്ച്വലി നിങ്ങൾ തമ്മിൽ എന്താ പ്രോബ്ലം? മായ. മായേ? അവളാരാ? അതാ ഞാനും ചോദിക്കുന്നേ, അവൾ ആരാ? എപ്പോഴും വിദ്യേട്ടന്റെ കൂടെ അവളുണ്ടാവും, കാറിലും ക്ലിനിക്കിലും ഒക്കെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ എന്താ ചെയ്യാ? വിദ്യ എനിക്കറിയാം. അവനിങ്ങനെ ചീപ്പായിട്ട് ചിന്തിക്കുപോലുമില്ല. അപ്പൊ ഞാൻ ചീപ്പാണെന്നാ പറഞ്ഞതിനർത്ഥം? ഹേയ് വീണേ, ഒരാളെ പറ്റി എന്തെങ്കിലും പറയുമ്പോ അതിന് വ്യക്തമായ തെളിവ് വേണം. വെറുതെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞാ പ്രൊഫഷണലി അവനൊരു ഡോക്ടർ അല്ലേ. അവന് പല സ്ത്രീകളായിട്ടും ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അവനിങ്ങനെ വാച്ച് ചെയ്ത് നടക്കുന്നത് മോശമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു ബന്ധവും ഇല്ലായിട്ടാണോ അവൾ ആ പ്രോഗ്രാമിൽ കയറ്റിയിരുത്തിയത്? കണ്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഓ, അപ്പൊ അതാണ് കാര്യം. ജലസി, അസൂയ. പെണ്ണിന് പെണ്ണിനോട് തോന്നുന്ന ഈ വികാരം മനുഷ്യനുണ്ടായ കാലം മുതൽ ഇതൊക്കെ ഉള്ളതാ. വെറുതെ അതും ഇതൊക്കെ മനസ്സിലിട്ട് നീറ്റാതെ സ്മാർട്ടായിട്ടിരിക്കും. ഡോണ്ട് വറി, ബി ഹാപ്പി കേട്ടോ. മായ മായ എന്താ ഇത്? നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും തുടങ്ങി എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ ചോദിച്ചെന്നുള്ളൂ. എന്തറിഞ്ഞൂന്ന്? ആ വീണ വന്ന് സ്ക്രൂ ചെയ്തിട്ടുണ്ടാവും. അത് കേട്ട് തുള്ളൻ ഏട്ടനും. അവളൊരു പാവാടാ. അവള് നിന്നെ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്നു വേണ്ട ഈ കരുതലും വാച്ചിങ്ങും ഒക്കെ. ഇതിന്റെ പേര് കരുതലെന്നല്ല, സംശയം എന്നാ. അവൾക്കോ വിവരമില്ല. അത് കേട്ട് എന്നോട് ചോദിക്കാൻ തോന്നിയല്ലോ ഏട്ടന്. എനിക്കാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളാ. ഓ ശരി ശരി, ഞാൻ നിന്നെ ശല്യപ്പെടുന്നില്ലേ? അവൾ ഓരോന്ന് സങ്കല്പിച്ച് നടക്കുക ഏട്ടാ. ഈ മായുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഏട്ടൻ അറിഞ്ഞൂടെ എന്നെ? എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ നിന്നെ? 100%. എന്താ ഏട്ടൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം അതല്ലേ എല്ലാം.